അപ്പോൾ നമ്മളിന്ന് വൃന്ദാവൻ ഗാർഡൻ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. 303 എന്നുള്ള ബസ്സിലാണ് നമ്മൾ വൃന്ദാവൻ ഗാർഡൻ കാണാൻ വേണ്ടി എത്തുന്നത്. അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ടായതെന്ന് വെച്ചാൽ വൃന്ദാവൻ ഗാർഡനിലേക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ഗാർഡൻ വരെ ബസ് പോകത്തുള്ളൂ. ഒരു സ്ഥലം എത്തി കഴിഞ്ഞപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഓട്ടോ വിളിച്ച് പോകേണ്ടി വന്നു. ഓട്ടോ ചാർജാണ് കുറച്ച് ഇതായത് 150 രൂപ വന്നു കേട്ടോ. അപ്പോൾ അത്രയും ദൂരം ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് 100 രൂപ ചാർജാണ് ഉള്ളിലോട്ട് കയറാൻ. നമ്മൾ കയറി കഴിഞ്ഞതിനുള്ള വ്യൂ ആണ്. ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരും ഇപ്പോൾ അധികം ആൾക്കാർ എത്തി തുടങ്ങിയിട്ടുള്ള ഉച്ച സമയത്താണ് കേട്ടോ ഞാൻ എത്തി. പുറത്ത് കുറച്ച് കുഞ്ഞ് കച്ചവട കടകളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ദുതിമോള് ബബിൾസിൻ്റെ ഗണ്ണും മേടിച്ചു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബബിൾസ് കളിക്കാനായിട്ട്. ഒരുപാട് ഷോപ്പുകളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഉച്ച സമയമായതുകൊണ്ടൊക്കെ അടച്ചിട്ട് 1-2 ഷോപ്പ് തുറന്നിട്ടായിരുന്നു. ഉച്ച ആയതുകൊണ്ട് ഗാർഡൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മസ്റ്റ് ഐറ്റം സൺസ്ക്രീനും പ്ലസ് കുടയും ഇട്ടോളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരു നിവർത്തിയില്ല. നല്ല നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു വലിയൊരു ഷെൽട്ടറായിട്ടുള്ള ഇതൊരു വള്ളിച്ചെടിയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഫുട്പാത്തിൽ നടക്കാൻ സാധിക്കും. പിന്നെ ഈ ഫസ്റ്റ് തന്നെ വന്നിട്ട് കാണുന്നതാണ് ഈ ഒരു വാട്ടർ ഫൗണ്ടെയിനാണ്. ഈ ഒരു വ്യൂ ആണ് കേട്ടോ നമ്മൾ വന്നിറങ്ങിയാൽ അതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ചില സ്ഥലത്തൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ചില സ്ഥലത്തൊന്നും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ചില സ്ഥലത്തുള്ള വാട്ടർ ഫൗണ്ടെയിൻ മാത്രമേ ഉള്ളൂ. എനിക്കങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പൂക്കളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. നമ്മളെ നാട്ടിലത്തെ പോലത്തെ തന്നെ ബോഗൺവില്ലയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ സൈഡിലൊരു ചെറിയൊരു മിനി പാർക്ക് അവരിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ ഓഫാക്കിയിട്ടേക്കാണ്. ഉച്ച സമയമുള്ള ആരും ഇല്ലല്ലോ, ചിലതൊക്കെ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡ് കൂടെ ഞാൻ ഈ വരമ്പ് കൂടെ ഇങ്ങനെ സൈഡ് കൂടെ പോകുമ്പോൾ ഈ വെള്ളത്തിൻ്റെയൊക്കെ ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ സ്റ്റെപ്പിന് മുകളിൽ നിന്നുള്ള വെള്ളം വരുമ്പോൾ ശബ്ദമൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇതിലിത് ഓഫാക്കിയിട്ട കാരണമാണ് നല്ല കളകളകളകളാന്നുള്ള ശബ്ദം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ നടന്ന് ടോപ്പിലേക്ക് എത്തി. ഇതാണ് ഇപ്പോൾ അവിടുത്തെ ഒരു വ്യൂ എന്നുള്ളത്. നിങ്ങൾക്ക് ഞാൻ വ്യൂസൊക്കെ കാണിച്ചു തരാണ് കേട്ടോ, കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ഏപ്രിൽ മാസമൊക്കെ ആയതുകൊണ്ട് നല്ല ചൂടായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അധികം നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പുല്ലുകളും ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. പുല്ലുകളൊക്കെ ചിലതൊക്കെ വാടിയ അവസ്ഥയിലാണ് കിടക്കുന്നത്. വെറൈറ്റി പൂക്കളായിട്ട് അവർ സെറ്റൊന്നും ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൂടെ പോകുമ്പോൾ നമ്മളൊരു ബോട്ടിൻ്റെ ഒരു ഏരിയ ആണല്ലോ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് പോലെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് നടന്ന് പോകാനുണ്ട്. അവിടെ നടന്നു പോകുമ്പോഴും ഇങ്ങനെ സ്നാക്സിൻ്റെ കുഞ്ഞു കൗണ്ടേഴ്സൊക്കെ ഉണ്ട്. അതിങ്ങനെ ഓരോന്നും ഓപ്പൺ ആവുന്നുള്ളൂ. ഈവനിങ്ങിലാണല്ലോ ആൾക്കാരുകളൊക്കെ വരിക. അപ്പോൾ ആ സൈഡിലും ഇതേപോലെ തന്നെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈവനിങ് ആണ്, ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അത് പക്ഷേ ഇതല്ല കേട്ടോ, വേറെ നമുക്ക് കറക്റ്റായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇരിക്കാനുള്ള പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ കറക്റ്റായിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാത്ത പോലെ ടൈലുകളൊക്കെ ഫുള്ള് ഇളകി മറിഞ്ഞിട്ടൊക്കെ ഇരിക്കണം. പിന്നെ കുറേ പൊട്ടിയിട്ടൊക്കെ വേറെ സൈഡ് കൂടെയൊക്കെയാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എന്നാലും നമുക്ക് വന്ന് നമ്മൾ മൈസൂർ വരെ എത്തി വൃന്ദാവൻ കടന്ന് വെച്ചാൽ അത്രയും നല്ല പണ്ട് മുതലേ കേട്ട് വരുന്ന ഒരു നല്ല അടിപൊളി ഏക്കർ കണക്കുള്ള ഒരു ഗാർഡൻ ആണല്ലോ അല്ലേ. അപ്പം നമ്മളും അത് വിസിറ്റ് ചെയ്യാൻ വന്നേക്കാണ്. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് പോലത്തെ സ്ഥലത്ത് ഇരുന്നിട്ടാണ് നമുക്ക് ഇവിടുത്തെ ലൈറ്റ് ഷോ വാട്ടറിൻ്റെ കാണാൻ പറ്റുക. പക്ഷേ ഈവനിങ് 6:45 തൊട്ട് 8 മണി വരെയാണ് സമയം. അതൊരു 15 മിനിറ്റ് ബ്രേക്ക് ഇട്ടിട്ടാണ് ഉണ്ടാവുക. ഈ സമയത്ത് വന്നതായതുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ അച്ഛൻ പറയായിരുന്നു പണ്ട് ആ ഒരു സ്ഥലത്ത് HMTയുടെ വലിയൊരു വാച്ചായിരുന്നു അത്ര. ആ വാച്ചിൻ്റെ ഓരോരോ നമ്പേഴ്സും പൂക്കൾ കൊണ്ടും ചെടികൾ കൊണ്ടുള്ള കട്ടിങ്സ് വെച്ചിട്ടായിരുന്നു ശരിക്കും ഒറിജിനൽ ടൈം റൺ ചെയ്തുകൊണ്ടിരിക്കും ഇത്ര. അപ്പോൾ പക്ഷേ ഇപ്പം അതൊന്നുമില്ല. അച്ഛൻ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ 10-30 വർഷം വരെ ഇല്ലേ, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അച്ഛൻ പണ്ടൊരു 40 വർഷം മുമ്പ് വന്നപ്പോൾ അവിടെ അങ്ങനത്തെ സെറ്റിങ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സ്ഥാനത്താണ് ലൈറ്റിൻ്റെ ഷോ ഉള്ളതെന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ അച്ഛനൊക്കെ ഇവിടെ വന്ന് കണ്ടപ്പോൾ അവർക്കൊക്കെ ഇത്രയും വർഷം കഴിഞ്ഞ് വന്ന് കണ്ടപ്പോൾ ഉള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാകാൻ സാധിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. ശരിക്കും ഈവനിങ് സമയത്ത് വന്നാലാണ് കറക്റ്റ് നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാനും കാണാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ വൃന്ദാവൻ ഗാർഡനിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് അവിടുത്തെ വാട്ടറിൻ്റെ ടൈമിംഗ് മൊത്തം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും